ബില്ലിൻ്റെ അവതരണ വേളയിൽ തന്നെ ഞങ്ങൾ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കും. അതിനെ തുടർന്ന് ബില്ല് ചർച്ചയ്ക്ക് എടുക്കുകയാണെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ബില്ല് അവതരണം മാറ്റിവെച്ചില്ലെങ്കിൽ ബില്ലുമായി അവതരിപ്പിച്ചു ചർച്ച ചെയ്ത് പാസ്സാക്കാനുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിനെ ശക്തമായി എതിർക്കുക, ബില്ലിനെ പരാജയപ്പെടുത്തുക. എന്തായാലും 3-2 ഭൂരിപക്ഷം എന്തായാലും ഈ ബില്ലിന് ലഭിക്കാൻ പോകുന്നില്ല. ഭരണഘടനാ ഭേദഗതി ആയതുകൊണ്ട് 3-2 ഭൂരിപക്ഷം സഭയിൽ ഹാജരായിരിക്കുന്ന അംഗങ്ങളുടെ 3-2 ഭൂരിപക്ഷം വേണം. ഇന്നത്തെ സ്ഥിതിക്ക് BJPക്കോ അല്ലെങ്കിൽ NDA സർക്കാരിനോ അങ്ങനെ ഒരു ഭൂരിപക്ഷം ലോക്സഭയിലില്ല. അതുകൊണ്ട് തന്നെ ഈ ബില്ല് പാസ്സാക്കാൻ പ്രതിപക്ഷത്തിൻ്റെ സഹായമില്ലാതെ പാസ്സാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ബില്ലിനെ ഞങ്ങൾ ഞങ്ങൾ വനിതാ സംവരണ ബില്ലിനെതിരല്ല, മറിച്ച് ഡീലിമിറ്റേഷനിലൂടെയുള്ള വനിതാ സംവരണത്തെയാണ്. എതിരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതാണ് ഞങ്ങൾ പറയുന്നത്. 543 അംഗങ്ങളുള്ള നിലവിലുള്ള ലോക്സഭയിലെയും നിലവിലുള്ള നിയമസഭയിലെയും സഭകളിലുമുള്ള അംഗസംഖ്യയുടെ അടിസ്ഥാനത്തിലുള്ള വനിതാ സംവരണമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഡീലിമിറ്റേഷൻ നടത്തി രാജ്യത്തിൻ്റെ സന്തുലിതാവസ്ഥ തകർത്തുകൊണ്ട് ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും എന്നുള്ള 2 ഭാഗമാക്കിക്കൊണ്ട് ഉത്തരേന്ത്യയിലേക്ക് കൂടുതൽ സീറ്റുകളും ദക്ഷിണേന്ത്യയിലേക്ക് കുറഞ്ഞ സീറ്റുകളുമായി രാജ്യത്തിൻ്റെ സന്തുലിതാവസ്ഥ തകർക്കുന്ന തീരുമാനത്തിലേക്ക് പോകാൻ ഞങ്ങൾ തയ്യാറല്ല.